ഇതാണ് നമ്മുടെ ആന്റിയുടെ അങ്ങനെ ഇങ്ങനത്തെ ഇഷ്ടമുള്ളവര് കുറയൂല. ഇവിടുന്ന് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ തമിഴ്നാട് വന്നേക്കാണ്. നാളെ നമ്മുടെ മണിമമ്മയുടെ കല്യാണമാണ്. നാളെ എൻഗേജ്മെൻറ്റ്, നാളെ വൈകിട്ട് പാർട്ടി, മറ്റന്നാൾ രാവിലെയാണ് കിട്ടുക നിൽക്കുന്നത്. ഇവിടുത്തെ ഫംഗ്ഷനൊക്കെ നമ്മുടെ അവിടുത്തെ പോലെയല്ല, ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ നാളെയും മറ്റന്നൊക്കെ ഫുൾ പരിപാടികളാണ്. നമ്മളിന്ന് വൈകിട്ട് 12:30 എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതേ റൂമിൽ വന്ന് കണ്ടിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ റൂം. പിന്നെ നമ്മൾ സരിത ചേച്ചി ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ബൈ. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അതെ, പറഞ്ഞോളൂ. രാവിലെ എൻഗേജ്മെന്റിന്റെ ഫംഗ്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറയണ എത്രത്തോളം കേൾക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രാവിലത്തെ എൻഗേജ്മെന്റിന്റെ ഫംഗ്ഷൻ നടക്കാണ്. വൈകിട്ടാണ് പാർട്ടി. അല്ലെ സുധി? ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കാണിച്ചത്. தை மாசம் வந்துருச்சு, கால நேரம் சேர்ந்துருச்சு, ஜோடி ஒன்னா ஆயிருச்சு, மேல சத்தம் கெட்டுருச்சு, மேகம் கருத்துருச்சு, மாறி மழை பெஞ்சிருச்சு, மண்ணில் மணம் ஏறிடுச்சு, மஞ்சள் நேரம் கூடிருச்சு, தந்தர 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 தந்தானே, தந்தர 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 தந்தானே, தந்தர 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 தந்தானே, தந்தர 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 தந்தானே. ഗൈസ്, നമ്മളങ്ങനെ റെഡി ആയി കല്യാണത്തിന് വന്നേക്കാം. A few moments later. ഗാഗിനി ഗൈസ്, ഇവിടെ കോസ്റ്റ്യൂം ഗൈസ്. ഇപ്പോൾ 11 മണി. ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു റൂമിലേക്ക് പോവാണ്. ഇത് സരു, അത് സുരു, ഇത് ജുനു, ഇനി ഒരു സൊറുണ്ട്. സൊറു വന്നിട്ടില്ലേ? സൊറുവിനെ ഞങ്ങൾ കാണിച്ചുതരാം. ഓക്കെ ഗൈസ്. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ഡോട്ടർ ഷിത്തിൻ്റെ സൺസ്ക്രീനാണ്. നല്ല സൺസ്ക്രീനാണ്. അമ്മ സൺസ്ക്രീൻ ഇടണം. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇഷ്ടമില്ല, വെറുതെ ഇല്ല, സൺസ്ക്രീൻ ഇടണം. അല്ല, കളറല്ല ഗൈസ്, നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം. കളറിലൊന്നും ഒരു കാര്യമില്ല, മനസ്സിലാക്കണം. നമ്മുടെ സ്കിന്ന് ക്ലിയർ ആയിരിക്കുക, ഗ്ലോ ആയിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കളറൊക്കെ അതിലെല്ലാം ഭംഗിയിരിക്കണേ, അല്ലേ? അല്ലേ? പെരുമാറ്റത്തിലെ ഭംഗി അതന്നെ. അതവിടെ നിന്ന് അങ്ങനെ ഒരു ടോക്ക്. അതൊരു ടേയാണ്. വേറൊരു ഇതില്ല. രണ്ടാമതൊരു ടേയ. അതന്നെ. അത് ശരി. ഇന്ന് ഡേ 3 ആണ്. രാവിലെ 5 മണി. നമുക്ക് 5 മിനിറ്റ് തൊട്ട് റെഡി ആവാൻ കഴിയും.
ഇതാണ് നമ്മുടെ ഗാഗിനി ആണോ? കൊറേ ഇവിടെ ചടങ്ങുകളെ പറ്റി പറ. അരി എന്താന്ന് വെച്ചാ അരി കാര്യം പാത്രം കൊടുക്കുന്നതാണെന്ന് പറയും. ഞാൻ പിടിച്ച് ഇങ്ങനൊക്കെ എന്റെ അനിയത്തിനെയോ അല്ലെങ്കിൽ ചേച്ചിനെയോ നോക്കണം എന്ന് കാര്യം പാത്രം മറ്റു ചടങ്ങ് ചടങ്ങെന്ന് പറയും. അതില് ഞങ്ങൾക്ക് ഇതൊക്കെ തന്നാ മതി എന്നൊരു കോമഡി പോലെ. സിൽവിയുടെ വീട്ടിലേക്ക് പോവാണ്. എല്ലാവരും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. എവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മൾ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ്. ആൻറ്റിയുടെ കല്യാണത്തിന്റെ ലുക്ക് ഇന്നത്തെ. ഇത്രയും സ്ഥലത്ത് ഒരൊറ്റ വീട്. അതെല്ലേ. ഗൈസ്, ഇതാണ് നമ്മുടെ ആന്റിയുടെ വീട്. അങ്കിളെ എല്ലാരും അടിച്ചു കയറി വാ 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 വാ. നമ്മളങ്ങനെ ആന്റിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഭയങ്കര വെയിലുണ്ട്. സരിത ചേച്ചി ആന്റിയുടെ വീട് കാണിച്ചു തരാം നമുക്ക്. ഇത് നിധിയല്ലേ? നിധി നോക്കിയേ. നിധി ബ്രിഞ്ചാളാ? വഴുതനങ്ങ ഏത്? ഇതെന്താ? ഇത് തിന്നാൻ പറ്റണാണോ? അല്ല, പൂവാ. ആ ഗൈസ്, മാതള നാരങ്ങ. ഓക്കെ മനസ്സിലായി ഗൈസ്. പോമഗ്രനേറ്റ്, മാതള നാരങ്ങ. അങ്ങനെ വെറൈറ്റി ആയിട്ട് ഇവിടെ എന്താ ഉള്ള? വെറൈറ്റി ആയിട്ട് ഞാൻ മാത്രമുള്ള വെറൈറ്റി ആയിട്ട് നോക്ക്. ഇവിടെ ഇത് ടൊമാറ്റോ, ബ്രിഞ്ചാൾ, ടൊമാറ്റോ. പിന്നെ ഇതെന്താ? ഇതും ബ്രിഞ്ചാൾ. ഓക്കെ, ഇതേ ഉണ്ടായിട്ടുണ്ട്, അവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഗ്രീൻ ചില്ലി, പച്ചമുളക്. ഓക്കെ ഗൈസ്, ഇതൊക്കെ കേരള ടീംസ് ആട്ടോ. ഹായ്, പറിച്ചടങ്ങി. എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആങ്കിളെ, ഇത് എത്ര നാളെടുക്കും ഇത് ഇതാവാനായിട്ട്, വലുതാവാനായിട്ട്? മറ്റേ മാതളം ആണോ? ശ്രദ്ധിക്കേണ്ടിടുന്നത്. ഗൈസ്, അവിടെ ഒരു പട്ടിക്കുട്ടി ഉണ്ട്. നിധി, ആ പട്ടി
ഇതാണ് നമ്മുടെ ആൻറ്റിയുടെ വീട്. ഈ കാണുന്ന ഏരിയ ഫുള്ളും അവരുടെ സ്ഥലമാണ് കേട്ടോ. ഇവരൊക്കെ നമ്മുടെ അവിടുത്തെ ആൾക്കാരുണ്ടോ ഗൈസ്? അതെ അതെ, നമ്മുടെ ആൾക്കാരെ പാത്രം കൊണ്ട് ഇറക്കിയേക്കാണ്. പച്ചമുളക്, വഴുതനങ്ങ, തക്കാളി ഒക്കെ അച്ചാക്ക് ചെയ്തിട്ടുണ്ട്. അതെ, വഴുതനങ്ങ പറിച്ച കാണിച്ചിടാം. വഴുതനങ്ങ പറിച്ചത്. ബാക്കിയൊക്കെ എന്തൊക്കെ ആയിട്ടുണ്ട് നമുക്ക് മുരിങ്ങക്കായ്. നിധി നമ്മളെ ഏതോ വഴിക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. നിധി, നമുക്ക് അങ്ങോട്ട് പോവാം. ചേച്ചി ഇവിടെ ഡ്രം സ്റ്റിക്ക് നിതിൻ കാട്ട് ചെയ്തു. ഡ്രം സ്റ്റിക്ക് ആണ്. മുരിങ്ങയ്ക്ക. മുരിങ്ങയ്ക്ക ഗൈസ്, മുരിങ്ങയ്ക്ക. ഇവിടെ ഫുള്ള് മുരിങ്ങയ്ക്ക. പച്ചമുളക് അവിടെ ഉണ്ടായിരുന്നു. വഴുതനങ്ങ നമ്മ ഒരെണ്ണം പറിച്ചിട്ടുണ്ടായി. പിന്നെന്താ, മാതള നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കര ചെറുതാ, വലുതായിട്ടില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. അവിടെ എന്താന്ന് നോക്കാം. ഞാൻ പറയണ കേൾക്കണുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ. നമുക്ക് കിട്ടിയതൊക്കെ പറിച്ചിട്ട് വീട്ടിലേക്ക് പോവാം. ഇവിടെ നല്ല കാറ്റുണ്ട്. കൂളിംഗ് ആണ്. നീം ട്രീ, ആര്യവേപ്പില, കരിവേപ്പില, അവിടെ എന്തോ ഉണ്ട്. കിണറ്. കിണറ്. നമ്മുടെ ഗ്യാങ് അവിടെ. കൊയ്യാക്ക, ഗോവ. പേരയ്ക്കാൻ എന്താ തമിഴില് പറയാ? ഗുവ. തമിഴിലെ കൊയ്യാക്ക, ഇംഗ്ലീഷിലെ ഗോവ. നല്ല പഴുത്തിട്ടുണ്ട്. ഇത് കഴിക്കാൻ പറ്റില്ലേ? ടേസ്റ്റ് ഉണ്ട്, മധുരമുണ്ട്, നല്ല ഇറക്കും. വേണമാ? എനിക്ക് ഇത്രയും പഴുക്കണതല്ല, എനിക്ക് ഇതിൽ ഇങ്ങനെ ഇതായിട്ടില്ലേ. അതന്നെ അതന്നെ. ഉപ്പും മുളകും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നല്ലോണം പാക്കാൻ പോകുന്ന കിണറുണ്ടോ? അവിടെ കാണാം. അങ്ങനെ ഇതെന്താന്ന് പറയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണും. ഇതെന്താണ്? കിണറാ? വീഴോ? തമിഴിലാ മലയാളത്തിൽ? അവിടെ നിന്ന് ബോറിട്ട് ഈ വഴി കിണറ്റിൽ വെള്ളം വിടും. കിണറ്റിൽ നിന്ന് മോട്ടറിൽ വെള്ളം പുറത്തു വിടും. വെള്ളം കിട്ടാൻ വേണ്ടിട്ടല്ലേ? 3 ബോറുണ്ട്. അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരും. ഇവിടെ നിന്ന് കൃഷിക്ക് പോകും. പിന്നെ വേറെ എന്തൊക്കെ? നമ്മുടെ അവിടെ നിന്ന് വന്ന എല്ലാവരും എന്തൊക്കെയോ സാധനങ്ങൾ പറക്കുന്നുണ്ട്. എന്താന്ന് നോക്കാൻ നമുക്ക് പോയിട്ട്. തൊട്ടടുത്താട്ടെ അവരുടെ വീടിന്റെ അടുത്തല്ലോ വിൻഡ് മില്ലൊക്കെ. അതായിരിക്കും തക്കാളി. ഇടാ അത് അണ്ണ അല്ലെങ്കിൽ വവ്വാളെങ്ങനെ ഭയങ്കര മധുരമായിട്ടുള്ള പേരൊക്കെ തന്നെയാണ് നല്ലത്. ഇതാണ് ഇങ്ങനത്തെ ഇഷ്ടമുള്ളവര് കമന്റ് ഇങ്ങനത്തെ ഉപ്പും പുളിയും തൊട്ട് തിന്നാം. ഞാൻ ഒരെണ്ണം കൂടിയാലും കുറയൂല. ഇവിടുന്ന അതെ അതെ. അത് ഞങ്ങൾ ഇന്നലെ മാറ്റി. അടിക്കോളൂ ആവശ്യം പോലെ അടിക്കോളൂ. ഓക്കെ. എടാ കുറുമ്പ ആണോ? ഇത് വിൻഡ് മില്ലിന്റെ അടുത്തേക്ക് പോകാൻ പറ്റുമോ? ഗൈസ്, ഇതാണ് ആട് വീട്. ആടിന്റെ വീട്. ആട് വീട്. ആട് ജീവിതം അല്ല, ആട് വീട്. ആടിന്റെ വീട്.
ആടൊക്കെ എവിടെയാ? ആടവിടെയാ? കഴിക്കാൻ അവിടെ കിടക്കാൻ പറ്റില്ല അല്ലേ? കിടക്കാം. ഓക്കെ ഓക്കെ. പോകുമ്പോ ഒരു പണിയായി എന്താ ഞാൻ നിനക്കൊരു പണി തരട്ടെ. പേരക്കുണ്ട്. ആട് വീട്ടിലാണ് നിങ്ങൾ എല്ലാവരും. അങ്ങനെ കണക്ക് രണ്ടാൾ മത്സരിച്ചെടുക്കും. ആരും ആദ്യം എടുക്കണേ ഏതാ കൊച്ചെന്നൊക്കെ അറിയാൻ പറ്റുമോ? കറക്റ്റ് അങ്കിളിന്റെ ഗസിങ് കറക്റ്റ് ആയിരുന്നാ എടുത്തപ്പോ? അത് മത്സരമാണ്. ആർക്കും സ്വർണ്ണം കിട്ടാൻ നോക്കാൻ വേണ്ടിയതാണ്. അങ്കിളിന് എന്താ കിട്ടിയേ? എനിക്ക് 2 പ്രാവശ്യം സ്വർണ്ണം കിട്ടി. ആണോ? സ്വർണം കിട്ടിയ? ആർക്കാ സാമർത്ഥ്യം കൂടുതൽ അല്ല സ്വർണം കിട്ടിയ? സ്വർണം കിട്ടിയ? ആൺകുട്ടി, പെൺകുട്ടി. വെള്ളിട്ടിയ പെൺകുട്ടി. ആൺകുട്ടി അങ്ങനെ കിട്ടിയ കുട്ടിയെ സ്വർണം അങ്ങനെ കിട്ടിയ കുട്ടിയാണ് നമ്മുടെ രീതി. 2 പ്രാവശ്യം സ്വർണ്ണം കിട്ടി, 1 പ്രാവശ്യം വെള്ളി കിട്ടി, 1 പ്രാവശ്യം കിട്ടി. 3 പ്രാവശ്യം വെക്കും. എന്നെ പെണ്ണിന്റെ കാറ് വരണുള്ളൂ. ഇടി കൂടുന്ന കോഴിയല്ലേ? ഇത് മോളിൽ നിന്നുള്ള വ്യൂ ആണ്. നല്ല വെയിലുണ്ട് ഇവിടെ. തൊട്ടടുത്താട്ടാ വിൻഡ് മില്ല്. ഇനി നമുക്ക് താഴേക്ക് പോവാം. കാരണം ഇവിടെ ഭയങ്കര ചൂടാ. സ്റ്റെപ്പ് സൂക്ഷിച്ചിറങ്ങിയില്ലേ പണി കിട്ടും. ചെക്കനും പെണ്ണും വീട്ടിലെത്തി ഗൈസ്. ഇവിടെ നിന്ന് ചടങ്ങുകളാണ്. എന്തൊറ്റയ്ക്ക് നിങ്ങൾ പറക്കേക്കണേ മോശനം എനിക്കുള്ളത് കൂടി ഇട്ടോടി. ഒന്നാം പ്രതി, രണ്ടാം പ്രതി, മൂന്നാം പ്രതി. എനിക്കിതിൽ പങ്കില്ല. പറക്കണ്ടേ? അമ്മേനും കൂടി പറക്കല്ലേ? ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ടേട്ടെ പറ. ഇവിടെ ഒരു ടേട്ടെ. രണ്ടാമത് ടേട്ടെ മീനിങ് ഇല്ല. ടേട്ടെ ഉള്ള ഡയലോഗ്. നമ്മളിനി നേരെ ഹാളിക്കണോ? എന്നിട്ട് അവിടെ നിന്ന് റൂമിക്ക് പെണ്ണിന്റെ ബൈ. ശരി ബൈ. അവിടെ ഒന്ന് കാണാനി. ഓക്കെ. നമ്മൾ തിരിച്ച് ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഹാളിക്ക് വന്നിട്ടുണ്ട്. ചൂട് നല്ല ചൂടാണ്. പുറത്ത് നല്ല വെയിലാണ്.
അപ്പോൾ കല്യാണം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്കാണ്. 2 ദിവസമായിട്ട് ഫുൾ ചടങ്ങായിരുന്നു. ഇന്നലെ രാവിലെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. പിന്നെ ആൻറ്റിക്ക് അങ്കിൾക്ക് കുറേ ചടങ്ങുണ്ടായി. പിന്നെ ആൻറ്റിയുടെ അനിയത്തിക്ക് വീഡിയോ ഇത് നമ്മുടെ അങ്കിളുടെ അമ്മയാണ്. ഓക്കെ, അപ്പോൾ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് സുബി ഞങ്ങളോ ലൈറ്റ് സുബി ഉറങ്ങായിരുന്നു ഇത്ര നേരം. ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് ഹാളിലേക്ക് വന്ന് ഇനി നമ്മൾ ഫുഡ് കഴിച്ചു. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഇന്നത്തെ വീഡിയോ എന്തോരം ലിങ്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല വൈകിട്ടായിരുന്നു കേട്ടോ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ പാർട്ടി ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെ കല്യാണമായിരുന്നു. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാണ് അതെ പാർട്ടിക്കാണ് കൂടുതൽ ആൾക്കാർ വരിക. കല്യാണം സിമ്പിൾ ആയിട്ടിരിക്കും. അതാരാ ബാക്കിൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് പെണ്ണിന്റെ വീട്ടിലേക്ക് പോവാണ്. സുബിനോട് ഇട്ടിട്ട് ഞങ്ങൾ പോവാം. പോയി അയ്യോ ഇല്ല പോവല്ലേ പോവാ. തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ കല്യാണം പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. സരിത ചേച്ചി എങ്ങനെയുണ്ടായി? സൂപ്പർ, അടിച്ചു പൊളിച്ചു. 2 ദിവസം ഫുള്ള് അല്ല 3 ദിവസം അടിച്ചു പൊളിച്ചു. ഫുൾ ഡേ എല്ലാ പരിപാടിയും കണ്ടു. ഫുഡൊക്കെ കഴിച്ച് ആൻറ്റിയുടെ വീട്ടിൽ പോയി, പെണ്ണിൻ്റെ വീട്ടിൽ പോയി, ഓഡിറ്റോറിയത്തിൽ പോയി. ഫുൾ ഡേ റൂം അവിടെ റൂം എംറ്റി. ചെറിയ വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഫുൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ബാഗ് എടുത്ത് പുറത്തേക്ക് വെക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ പോവാണ് ഗൈസ്. എന്തായാലും വീഡിയോയുടെ എൻഡ് ആണ്. ഇനി അധികം ലെങ്ത് കൂട്ടണില്ല. ഇനി എന്തെങ്കിലും ഇതിനിടയ്ക്ക് ആഡ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിക്കാം. ഓക്കെ, ബൈ മാ. ബൈ സേ ബൈ. ബൈ. നെക്സ്റ്റ് യാത്രയ്ക്കായുള്ള കാത്തിരിപ്പ്.